Hi, good morning guys. Welcome back to my YouTube channel. If you found the one, you should never give her up. ഇന്നെന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടൊരു പരിപാടി എന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ്. കുറച്ച് ലോങ് ട്രിപ്പാണ്. സോ എവിടെയാണെന്നൊക്കെ പിന്നെ പറയാം. ഞാൻ നേരെ എഴുന്നേറ്റിനേ ഉള്ളൂ. ഇനി പോയിട്ട് ബ്രഷൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ചെയ്യണം, ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ കുളിച്ചു, തലയടക്കം കുളിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, മാറ്റണം, ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നില്ല, കാരണം ഫോണിൻ്റെ ഇവിടെ വീണ്ടും ചാർജ് ചെയ്യാൻ വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. എൻ്റെ ഫോണിൽ സ്ലോ ചാർജായിട്ടേ കയറും, ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ടേ കയറുള്ളൂ ചാർജ്. അതുകൊണ്ട് ഞാൻ ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ മുടി തോർത്തുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് സെയിം ഡ്രസ്സ് തന്നെയാണല്ലോ നേരത്തെ ഇട്ടതെന്ന്. അതെന്താ വെച്ചാൽ ഞാൻ രാത്രിയാണ് കുളിച്ചിട്ട് മാറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോയി ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇനിയിപ്പോൾ മാറ്റി ഈ ഡ്രസ്സ് പോകുന്ന ഡ്രസ്സ് തന്നെ ഇടുമല്ലോ. ഇലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ബഹളവും ഒച്ചപ്പാടുമാണ് ഇപ്പം. അപ്പോൾ മാറ്റി പോകുന്ന ഡ്രസ്സ് തന്നെ ഇടുമല്ലോ. അപ്പം പിന്നെ അതുവരെ വീണ്ടും വേറൊരു ഡ്രസ്സ് എടുത്തിടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇറക്കാൻ കൂടുതലാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് തന്നെ ഇടാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ വേഗം പോയി ബാക്കി പരിപാടി നോക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചു, ഇനി ഞാൻ മാറ്റാൻ പോവാണ് വീണ്ടും. അപ്പം ഞാൻ വേഗം പോയി മാറ്റിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ടോപ്പും ജീനും ആണ്. അതെയാ, ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ വരുമ്പോഴേക്ക് ഇത് വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. അവളുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞങ്ങളവിടെ നിന്ന് വേറെ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അതാണ് അവൾ എന്നെ നോക്കി ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടായത്. അങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇതാണ് ഗൈസ് ഐറ, എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ വാവയ്ക്ക് വേണ്ടിയിട്ട് സോക്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി സോക്സ് വാങ്ങിയിട്ട് വന്നു. ഇതാണ് എൻ്റെ ചന്ദരിക്കുട്ടി. അവൾക്കാണെങ്കിൽ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവൾ. അപ്പോൾ എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നമ്മളൊക്കെ അങ്ങനെ വണ്ടി കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി വരുന്നുണ്ട്. ഇത് ആൻറ്റിയുടെ ഏച്ചീൻ്റെ മോളാണ്. അങ്ങനെ ഞങ്ങളൊക്കെ വീണ്ടും യാത്ര തുടങ്ങി. അത് കഴിഞ്ഞ് കോഴിക്കോട് എത്തുമ്പോൾ എൻ്റെ ആൻറ്റിയും അനിയത്തിയും കയറുന്നുണ്ട്. അവരെ ഞാൻ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ. ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. കോഴിക്കോട് നിന്നാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ പിള്ളേർ വീണ്ടും ഫോണിൽ തന്നെ ആയിട്ടുണ്ട്. വീഡിയോസ് കാണാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അത് നോക്കി കഴിയുമ്പോഴേക്ക് ഞാൻ അങ്ങ് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണീറ്റ് നോക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം സ്ഥലത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇതേ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഈസ് ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചുരിദാർ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് എല്ലാവരും പറയണേ, രസമുണ്ടോ എന്ന്. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഒറിജിനൽ ലുക്ക്. എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര മെച്യൂരിറ്റി ലുക്കായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ എവിടെയാണ് പോയതെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെയാണ് ഞാൻ പോയിട്ടുള്ളത്. അതേ ഗൈസ്, ഞങ്ങൾ ഗുരുവായൂരാണ് പോയിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോ നേരെ ആയിരിക്കും ഉണ്ടാവുക. 2 days ട്രിപ്പാണ്. പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോറ് കൊടുക്കൽ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പോയ ദിവസം ഒന്ന് വൈകുന്നേരം അമ്പലത്തിലൊന്ന് കയറി. ഇപ്പം പിറ്റേ ദിവസം മോർണിംഗ് ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 4-4:30 ടൈം ആയിട്ടുണ്ടാവും. കുളിച്ച് റെഡിയായി മാറ്റി പിടിച്ച് ഹെയർ ഡ്രയറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഹെയറൊക്കെ ഡ്രൈ ചെയ്തിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോഴേക്കും നമ്മളെ കുഞ്ഞു മോൾ റെഡി ആയിട്ടുണ്ട്. ഇയാളുടെ ചോറ് കൊടുക്കലിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല. റൂമിലാണ് ഫോൺ വെച്ചത്. അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വന്നതാണ്. അന്നേരം പകർത്തിയ വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് റൂമിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9-9:15 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂരോട് ബൈ ബൈ പറഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു. നല്ല സന്തോഷമായിട്ട് നമ്മൾ ഗുരുവായൂരിൽ പോയി. ഗുരുവായൂരത്തിൽ നമ്മൾ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഗുരുവായൂർ വന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ചെറുതിൽ വന്നിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. അങ്ങനെ ഓരോ ആളെ ഇറക്കി അവസാനം ചോട്ടാപ്രിക്കേൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ആൻറ്റി ഇറങ്ങി. അത് കഴിഞ്ഞ് മാഹിയിൽ മറ്റേ കുട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പാപ്പു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂർ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്രയായി. അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഐസ്ക്രീമും കുടിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ വൃത്തിക്കും വ്യക്തമായിട്ട് എടുക്കാത്തത് കൊണ്ട് അത് ഷോർട്ട്സായിട്ട് എടുത്തത്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.